ഹലോ കേസ്, ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി പോകാം കേട്ടോ. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു കല്യാണമാണിത്. എൻ്റെ ആക്ച്വലി എന്നോട് പഠിച്ച് എൻ്റെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഒരാളല്ല. പക്ഷേ നമ്മൾ ഏതോ ഒരു നിമിഷം നമ്മൾ തമ്മിൽ ഭയങ്കര ഒരു എന്താ പറയുക അടുപ്പമായി. ഞങ്ങൾ തമ്മിൽ അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. ഐശ്വര്യ എന്നാട്ടോ അവളുടെ പേര്. അവളുടെ മാരേജാണ്. അങ്ങനെ കുറേ നാൾ ഞാൻ കാത്തിരുന്നൊരു മാരേജും കൂടെയാണിത്. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് ബിജിത. അവളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സാരി കൊടുത്താണ് പോയത്. ഇത് എൻ്റെ ഫ്രണ്ട് സൂര്യ. പുള്ളിക്കാരുടെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവൾ ആക്ച്വലി ഏത് കല്യാണത്തിന് എന്നാ വെച്ചിട്ടുണ്ടാൽ അവൾക്ക് പിണക്കുക ആൻഡ് പാവമാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ആക്ച്വലി കല്യാണത്തിനായാലും നാട്ടിലെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും മിക്കപ്പോഴും ഞാൻ പോകാറുണ്ട്. പറ്റുമ്പോൾ പോകുന്നതിൻ്റെ മെയിൻ റീസൺ ഞങ്ങളോട് പഠിച്ച പല സുഹൃത്തുക്കളെയും അന്നൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേരെ കാണാൻ പറ്റി. പിന്നെ അവളുടെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടന്നു. ഭയങ്കര സന്തോഷം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ലൈഫ് പാർട്ട്ണർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നല്ലൊരു പാവം ചേട്ടനാണ്. അപ്പം അടിപൊളിയായിട്ട് ലൈഫൊക്കെ നന്നായിട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സദ്യക്ക് എല്ലാവരും ഓടുമല്ലോ. ഒരു കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു സദ്യക്ക് വേണ്ടി ഓടും. അതെല്ലായിടും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളും സദ്യ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് പാലും പഴവും കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളും പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കൊല്ലംകാര സദ്യ അത് നിങ്ങൾ കഴിച്ചേ മതിയാവും കേട്ടോ. അടിപൊളി സദ്യയാണ്. നിങ്ങൾ ഒരു ടൈമിലെങ്കിലും വന്ന് കൊല്ലത്തോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ വന്ന് കഴിക്കുക. അപ്പോൾ 3 നേരം പായസമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയ്യ, ഞാൻ ചത്ത പോലെയായി. പിന്നെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് തന്നെ എടുത്തു തന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരി പ്രസവിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോസോ ക്ലിപ്സോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം കുഞ്ഞുള്ളത് കൊണ്ടും ഒക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുഞ്ഞിനെയും കണ്ട് പിന്നെ എൻ്റെ വേറെ ഫ്രണ്ടിനെയും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പോയി കുറേ നേരം നിന്ന് സംസാരിച്ചു. ആക്ച്വലി എനിക്ക് ആ ഒരു ഡേ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആണ്. കുറേ നാൾക്ക് ശേഷം കാണുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.